ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ കബനിയിലേക്കാണ് പോകുന്നത്. നമ്മൾ ബാവലി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കർണാടകത്തിലേക്ക് കയറി. കർണാടകത്തിൽ കയറിയുള്ള യാത്രയുടെ ഇടയിലെ ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യമേ കാണിക്കുന്നത്. അപ്പോൾ ബാക്കി വീഡിയോ നിങ്ങൾ കാണുമല്ലോ അല്ലേ. നാഗർഹോള ടൈഗർ റിസർവിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇവിടുന്ന് 20 രൂപയുടെ പാസ് എടുത്തു. ഒറ്റ ഡ്രൈവാണ്. ഇനി നമ്മൾ നേരെ കബനി ചെന്നിട്ട് വണ്ടി നിർത്താൻ പാടുള്ളൂ എന്നൊക്കെ നിയമമുണ്ട്. നമ്മുടെ അടുത്ത് അങ്ങനെ നിയമങ്ങളൊന്നും പറഞ്ഞില്ല. വണ്ടി നമ്പർ ചോദിച്ചു, ജസ്റ്റ് പോയിക്കോളാൻ പറഞ്ഞു. വേറെ കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇവിടുന്ന് നാഗർഹോള 45 കിലോമീറ്റർ 45 മിനിറ്റ് കൊണ്ട് പോകണമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. മൈസൂറിന് 92 കിലോമീറ്ററാണ് ഇവിടുന്ന് ഉള്ളത്. മനോഹരമായ കാട്ടിനകത്തോടുള്ള അങ്ങനെ ഏകദേശം 1 മണിക്കൂർ സമയത്തോളം നമ്മൾ ഈ കാടിനകത്തൂടെ ട്രാവൽ ചെയ്യുന്നു. ഇയർലി മോർണിംഗ് ആയതുകൊണ്ട് വലിയ റഷ് ഇല്ല. അതേപോലെ വണ്ടികൾ വളരെ കുറവാണ്, ലോറികളാണ് കൂടുതലുള്ളത്. പിന്നെ ഈ റൂട്ടിൽ സൈറ്റിങ്സ് ഉണ്ടാവും കുറച്ചൊക്കെ. പുലിയ പടത്തിൽ വരെ പുലിയ പടത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഗൈസ്. അത് ബേർഡ്, മയില്, ആട് അല്ല സോറി മൈന അല്ല മാൻ. ഒരു ബാക്കിൽ ഒരു വേട്ടാവളി വരുന്നു. സ്മെൽ ഓഫ് പൊക്ക അണ്ണൻ ഈ പറന്ന് വലിച്ച് എവിടെ പോവാ. സ്മെൽ ഓഫ് എലിഫന്റ് ഫെൻഡ എവിടുന്നോ വരുന്നുണ്ട്. സംവെയർ ഹിയർ അറൗണ്ട്. ഇത് മൊത്തം മാന് മാത്രമൊക്കെ ഇരുമ്പ്. പക്ഷേ ഐ ഗോട്ട് എ സ്മെൽ ഓഫ് എലിഫന്റ് ഷിറ്റ്. നല്ല റോഡെങ്കിലും വന്നു. ഇത് നാഗർഹോള ടൈഗർ റിസർവിനകത്തൂടെ ഉള്ള ഒരു ജംഗിൾ സഫാരിയാണ്. ഫസ്റ്റ് ട്രിപ്പ് രാവിലെ 6 മണിക്ക് പോയി 7:30. ഇപ്പോൾ സെക്കൻഡ് ട്രിപ്പ് 7:30 പോയി 9 മണി വരെ, 1.5 മണിക്കൂറാണ്. ഫസ്റ്റ് ട്രിപ്പ് ഉച്ചയ്ക്ക് ശേഷമുള്ള ഫസ്റ്റ് ട്രിപ്പ് 3 മണി തൊട്ട് 4:30 വരെയാണ്. സെക്കൻഡ് ട്രിപ്പ് 4:30 to 6 PM. ഇന്ത്യൻ അഡൾട്ട് 460 രൂപയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അവിടെ കന്നഡയിൽ നമ്മുടെ അടുത്ത് സാർ പറഞ്ഞത് അങ്ങനെയാണ്. ഇനി അടുത്ത ട്രിപ്പ് 2 മണിയാകുമ്പോൾ വന്നാൽ മതി. കന്നഡ സ്വല്പം ആയിത്തു, അതുകൊണ്ടൊന്നും മനസ്സിലായില്ല. ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ഫ്രൈഡ് റൈസ് പറഞ്ഞു. ലൈവായിട്ട് അവർ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തന്നു. അത് കഴിച്ചു. നല്ല ചൂട് ആവി പറക്കുന്ന കണ്ടില്ലേ. നൈസ് ഒരു റൂമായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ലപോലെ ഒരു 8 മണി തൊട്ട് ഒരു 3-4 മണിക്കൂർ ഞാൻ ഉറങ്ങി. അത്യാവശ്യം നൈസ് ഒരു ബാത്റൂമുണ്ട്. ശരിക്കും നല്ല തണുപ്പുണ്ട് കേട്ടോ. ഹോംലി ഫീൽ. 800 റുപ്പീസാണ് എനിക്ക് ആയത്. ചേതൻ എന്ന് പറയുന്ന പുള്ളിയെ ത്രൂ കണക്ട് ചെയ്താണ് റൂം എടുത്തത്. ഞാൻ ആ നമ്പർ ഇവിടെ സ്ക്രോളിൽ വിട്ടിട്ടുണ്ട്. അപ്പം ഇപ്പോൾ സമയം ഏകദേശം ഒരു 12:30 മണിയായി. നമുക്ക് എൻ്റെ ചാവി അവിടെ ജംഗിൾ സഫാരിയുടെ ആ ഹോട്ടലിൽ തന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ രാവിലെ ഞാൻ കഴിച്ചത് കാണിച്ചായിരുന്നല്ലോ, ഈ പറയുന്ന ഒരു ലൈറ്റായിട്ട് ഒരു ഫ്രൈഡ് റൈസും. അയ്യോ, അവിടെ ഒരു ഹട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ല ഹട്ടല്ല, മറ്റേ എന്താ ഏറുമാടം. ഇതിന്റെ മുകളിലൊക്കെ ഇരുന്ന് വൈബ് അടിക്കാം പറ്റിയ സ്പോട്ടാണ്. നൈസാണ്. അപ്പൊ ചേതനെ വിളിച്ചു കഴിഞ്ഞാൽ ഇതൊരു 1000 രൂപയാണ് അവൻ ചോദിച്ചത്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എപ്പോൾ ചെക്കൗട്ട് ചെയ്യുക വെച്ചാൽ ഞാൻ പറഞ്ഞു 2 മണിക്ക് ചെക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. 2 മണിയല്ല, ഒരു ഓൾമോസ്റ്റ് 8 മണി വരെ. എന്നാലും ഇത്രയും റേറ്റ് തരണമെന്ന് പറഞ്ഞു. ഞാനത് ബാർഗെയിൻ ചെയ്ത് 800 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. വണ്ടി അത്യാവശ്യം ഒരു പരുവായി. അത്യാവശ്യം ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം.
അങ്ങനെ നമ്മൾ ഇതാ നാഗർഹോള ടൈഗർ റിസർവിലേക്ക് പോവുകയാണ്. 12:47, 2 മണിക്ക് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. നമുക്ക് അതേ ഹോട്ടലിൽ താക്കോല് കൊടുത്തിട്ട് അവിടെ ഒരു ഫ്രൈഡ് റൈസോ എന്തെങ്കിലും ഒന്ന് കഴിക്കാം. നല്ല വിശപ്പായി തുടങ്ങുന്നുണ്ട്. ചൂടോടെ ഒരു ചായയും ഒരു ബ്രെഡ് ഓംലെറ്റുമാണ് ഞാൻ കഴിച്ചിട്ട് നമ്മൾ നേരെ സഫാരി ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് കാര്യങ്ങളെല്ലാം ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ടൈമിങ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഒരു ഇൻഫർമേഷനായിട്ട് കാണൂ. അപ്പം ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ ഗൈസ്. ഇതാണ് നമ്മുടെ ടൈഗർ റിസർവ് കമ്പനി, ടൈഗർ റിസർവ് ജംഗിൾ സഫാരി. ഇവിടെ ക്യാഷ് പേയ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലം ഒരാളെ കിട്ടിയിട്ടുണ്ട്, ഗൂഗിൾ പേ. എൻ്റെ കയ്യിൽ ക്യാഷായിട്ടൊന്നുമില്ല. നമുക്ക് നോക്കാം. 865 രൂപയാണ്. ഈ ബസ്സിലാണ് പോകുന്നത്. KA45 G312. സീറ്റ് നമ്പർ 21. ലാസ്റ്റ് സീറ്റാണ്. ഈ സീറ്റാണ് നമുക്കുള്ളത്. എന്തായാലും വിൻഡോ സൈഡ് ആയത് കാര്യമായി. ജംഗിൾ സഫാരി ഏകദേശം സ്റ്റാർട്ട് ആവാറായി. 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2:56, 3 മണിക്ക് തന്നെ എടുക്കുമായിരിക്കും എല്ലാവരും. ബസ് ഫുള്ളായി ആക്ച്വലി. എനിക്ക് ലാസ്റ്റ് സീറ്റാണ്. നമ്മുടെ ബസ് എടുത്തു. ഇനി ഒരു 1.5 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട് ഈ ജംഗിൾ സഫാരി. അപ്പം ഞാനതിൻ്റെ പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും സൈറ്റിങ്സ് കാണുന്നത് മാത്രമേ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തു. ലൈക്ക് വെൽഫെയർ. ഇത് ഹൈബ്രിഡ് ആണ് കേട്ടോ, പെട്രോളാണ് സാധനം. ദൊമ്മനഗട്ടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ ഇത്ര നേരം അത് ആലോചിച്ചുകൊണ്ടിരുന്ന. മൈസൂർ പുലി എന്തായാലും കാണുമായിരിക്കും. ഒരു ജീപ്പ് അങ്ങോട്ട് പോയി. പക്ഷെ അതൊരു ഓഫ് റോഡാണല്ലോ. ബസ് പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ വരുന്നതിന് നമുക്ക് പിടിക്കാം. അപ്പുറത്തെ സൈഡിലോട്ട് നോക്കി ഒന്നും കാണാൻ പോലും പറ്റത്തില്ല. ഒരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആദ്യത്തെ കാഴ്ച തന്നെ കൊള്ളാം. ഒരു കാട്ടാനയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? വണ്ടി ഇപ്പോൾ കുറച്ച് റിവേഴ്സ് എടുത്തിട്ട് അതിനെ കാണിച്ചു തരും. അവിടെ ആ മരത്തിൻ്റെ അടുത്തോട്ട് നോക്കൂ. കണ്ടോ. അങ്ങനെ യാത്ര തുടരാം. ഇനി വരുന്ന വഴിയിൽ ഇനിയും നല്ല മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ. സിംഹവാലൻ, കുരങ്ങ്, മാന്. നമ്മൾ ഒരുപാട് മാനിനെ കണ്ടല്ലേ ഇന്നലെ തൊട്ട്. ഒരു മങ്കി, അത് മറ്റേ സിംഹവാലൻ സംഭവമാണെന്ന് തോന്നുന്നു. നൈസായിട്ട് ഇരിപ്പുണ്ട്. ഈ ഫോറസ്റ്റിൽ ആൾക്കാർ താമസമുണ്ട് കേട്ടോ. ആനയുടെ ചിന്ന വിളി കേട്ടു. ഇവിടെ ഇതിനകത്ത് ഏതോ ഒരു ആളെ നിപ്പുണ്ട് കേട്ടോ. നല്ല മനോഹരമായ കൊമ്പുകൾ. ഏതൊക്കെ ഒരു കുത്തിയിട്ട് കഴിഞ്ഞാൽ അപ്പോഴും സ്പോട്ടിൽ തട്ടിപ്പോത്തേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, അതെന്ത് കൂർത്തായിരിക്കുന്നതെന്ന്. സീൻ മോനെ. Wow, that's wonderful. അയ്യോ, ഓടിപ്പോയി. എനിക്ക് തോന്നുന്നു സംതിങ് ഇസ് കമ്മിങ് എന്ന് തോന്നുന്നു. ഒറ്റ ഓട്ടത്തിന് അത് കണ്ടം വഴി ഓടി. കാട്ടുപോത്ത്. കിടന്നു വായിട്ടലച്ച് അതിനെ ഓടിച്ചു വിടാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ചെറിയ മ്യൂസിക് ഇട്ട് തരാം, നിങ്ങൾ എൻജോയ്.
ഈ പുഴയും പുള്ളൊരു കാറ്റും എൻ്റെ ഒരു വൈബ് വന്നപ്പോൾ ഒന്ന് പാടി നോക്കിയതാണ്. ഒരു കാട്ടാന, അത് പിടിയാനയാണെന്ന് തോന്നുന്നു, ദേ റോഡിൻ്റെ നടുക്ക് നിൽക്കുകയാണ്. ഓളിങ്ങനെ ആസ്വദിച്ച് നടന്നു പോകാമെന്ന് തോന്നുന്നു. മാറുന്ന ലക്ഷണമില്ല ഉടനെ ഒന്നും. ദേ നടുക്കോട്ട് കയറി നിന്നു. ആശാട്ടി ഒരു തരത്തിലും മാറത്തില്ല എന്ന് തോന്നുന്നു ഗൈസ്. അവിടെ നടുക്ക് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഓള് മാറി തന്നു. അങ്ങനെ നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ്. അമ്പോ, ആ കൊമ്പ് കണ്ടോ, എന്ത് രസമല്ലേ ദൈവമേ. ഇത്ര ദൂരത്ത് നിന്നിട്ട് തന്നെ പേടിയാവുന്നു. നഗർഹോള ടൈഗർ റിസർവ് കമ്പനി നിങ്ങൾക്ക് അതിയായി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മളുടെ ഏകദേശം തീരാറായി. ഇപ്പോൾ ഇവിടെ ഒരു സൈറ്റിംഗ് കൂടെ കിട്ടാനായിട്ട് നോക്കുന്നു. കിട്ടുവാണെങ്കിൽ അതുകൂടെ എടുക്കാം. നല്ല ടയർഡായി. മേ ബി ഇന്ന് എഡിറ്റ് ചെയ്യുമായിരിക്കും. ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നാളെ രാവിലെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ലവ് യു. ടേക്ക് കെയർ ഗൈസ്. അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നത്.